ഇന്ന് ഞാനുള്ളത് സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി, അതായത് ഹദീദ് സ്റ്റീൽ കമ്പനി, ഇരുമ്പുണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ. ഇരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന കമ്പി, അതുപോലെ തന്നെ റോള്, പിന്നെ ഷീറ്റ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്നത് കേട്ടോ. ഈ കറുത്ത് കാണുന്നത് കമ്പനിയാണ് കേട്ടോ. അത് ഈ ഇരുമ്പിൻ്റെ മിശ്രിതം പൊടിയായിട്ട് ഇങ്ങനെ അടിച്ച് അത് മൊത്തം കമ്പനി കറുത്ത് പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തം ബ്ലൂ കളറാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ആ കാണുന്നതാണ് റോ മെറ്റീരിയൽ. നിങ്ങൾ കാണാൻ ചെയ്യേണ്ട അവിടെ ആ കാണുന്നത് റോ മെറ്റീരിയലാണ്. അത് എനിക്ക് തോന്നുന്ന കരിമണലോ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ആ മണലിൽ നിന്നാണ് ഇരുമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇത് ഇങ്ങനെ കാണുന്നത്, ഇതൊരു ഭയങ്കര കമ്പനി, അങ്ങ് ദൂരെ വരയ്ക്കുണ്ട്. പക്ഷെ നമുക്ക് കമ്പനീൻ്റെ അകത്തേക്ക് പോകാനുള്ള അലൗഡ് ഇല്ല. അതിനകത്തേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഐഡിയും മറ്റുമൊക്കെ വേണം. അവിടുത്തെ വർക്കേഴ്സിനും ഹെവി ഡ്രൈവേഴ്സിനും മാത്രമേ അതിനകത്തേക്ക് പോകാൻ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പുറത്താണുള്ളത്. ഇപ്പം അതിന് അകത്തേക്ക് പോയിരുന്നെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാമായിരുന്നു. നേരത്തെ ഒന്ന് പുറത്തുനിന്ന് കാണാമായിരുന്നു. അത് മാത്രമല്ല നമുക്ക് അകത്തേക്കും പോകുമായിരുന്നു. ഇപ്പോഴാണ് അവിടെ ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആക്കി, എല്ലാ ഗേറ്റുകളും ക്ലോസ് ചെയ്തു, ഫെൻസിങ് ഒക്കെ വെച്ച് മൊത്തം അടച്ചു പൂട്ടിയണക്കായി കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ഈ കമ്പനി നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ ഒന്നും ക്ലിയർ ആവുന്നില്ല. എന്ന് പറഞ്ഞാൽ കറുത്ത് പൊടിയടിച്ച് മൊത്തത്തിൽ കോലമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഹദീദ് കമ്പനിയെക്കുറിച്ചും ഇതിൻ്റെ കമ്പിയും ഷീറ്റും റോളും ഒക്കെ ഉണ്ടാക്കുന്നതും കൊണ്ടുപോകുന്നതൊക്കെ, ഉണ്ടാക്കുന്നത് കാണുന്നില്ല എന്നാൽ കൊണ്ടുപോകുന്നതും അതിൻ്റെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ തുടങ്ങുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് ഹദീദ് കമ്പനി, അതായത് സ്റ്റീല് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഇരുമ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കേട്ടോ. ഇത് ബ്ലൂ കളറാണ് കേട്ടോ. ഈ ഫാക്ടറി മൊത്തം ബ്ലൂ കളറാണ്. ഇതിൻ്റെ ഷീറ്റ് എല്ലാം കാണുന്നത് ബ്ലൂ കളറിലാണ്. പക്ഷേ ഇതിൻ്റെ പൊടിയുടെ കാഠിന്യം കൊണ്ടാണ് ഇപ്പോൾ ബ്ലാക്ക് കളറിൽ കാണുന്നത്. മഴ പെയ്യുമ്പോൾ ആ പൊടി മൊത്തം താഴെ ഒലിച്ചു പോയി നീല കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഇരുമ്പുണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പഴയ കമ്പനിയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നിറച്ച് നമ്മുടെ ഇന്ത്യൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ നിറച്ച് സൗദികളാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനകത്തേക്ക് പോകാൻ ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഫെൻസിങ് ഉണ്ട്. അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഐഡി ഒക്കെ വേണം. ഹെവി ഡ്രൈവേഴ്സിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ വർക്കേഴ്സിനും പോകാം കേട്ടോ. അല്ലാതെ നമുക്കൊന്നും പോകാനുള്ള അലൗഡ് ഇല്ല. എന്തുമാത്രം വലിയ ഫാക്ടറിയാണെന്ന് നോക്കിയാൽ ഇത് കിലോമീറ്റർ കണക്കിനുണ്ട് കേട്ടോ ഈ ഫാക്ടറി. അങ്ങ് അപ്പുറത്ത് വേറൊരു സൈഡിൽ നിന്ന് തുടങ്ങി ഇതിൻ്റെ വേറൊരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് പ്രൊഡക്ഷൻ കാണാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സ്റ്റീൽ പ്രൊഡക്ഷൻ, ഇരുമ്പ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ട്രെയിലറിൽ കയറ്റി രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കും ഷിപ്പ് മാർഗം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിലറിൽ കയറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനി ഇവിടെ നിന്ന് ട്രെയിലറിൽ കൊണ്ടുപോയിട്ട് പോർട്ടിൽ കൊണ്ടുപോയി പോർട്ടിൽ നിന്ന് കപ്പൽ വഴി വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇരുമ്പാണ് കേട്ടോ. ഈ ഒരു റോള് അറൗണ്ട് 30,000 കിലോയ്ക്ക് മേളിലുണ്ടാവും. അതായത് ഒരു ട്രെയിലറിൽ ഒരൊറ്റ റോളേ കയറ്റുള്ളൂ കേട്ടോ. ഒരു ട്രെയിലറിൽ ഒരു റോള് മാത്രം. നമുക്ക് മനസ്സിലായല്ലോ, ഒരു ട്രെയിലർ ഏതാണ്ട് 30,000 മേളിൽ കിലോഗ്രാം കൊണ്ടുപോകും കണ്ടെയ്നറൊക്കെ. അപ്പോൾ അത് ഇതിനകത്ത് ഒരു റോള് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അത് നോക്കിയാൽ ഈ 3 ടയറുകളുള്ള, അതായത് ഈ കറക്റ്റായിട്ട് ബാക്ക് സൈഡിലാണ് വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഇരുമ്പ് ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇത് റോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കൊണ്ടുപോകും. ഇത് പല പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴത്തേക്കൊക്കെ ട്രെയിലറിൽ ആക്സിഡൻ്റ് ഒക്കെ ആവാറുണ്ട്. എന്ന് പറഞ്ഞാൽ സഡൻ ബ്രേക്ക് അടിക്കുമ്പോൾ ഇത് റോള് ഉരുണ്ട് ഫ്രണ്ടിലേക്ക് വരിക, ക്യാമ്പിൽ വന്നടിക്കുക, റോഡിലേക്ക് പോവുക, അങ്ങനെയൊക്കെ കുറേ അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് സ്റ്റീൽ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന കമ്പി ലോങ്ങിൽ, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് റോളിലുള്ള കമ്പി, ഇതൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫാക്ടറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ല.
അതിനകത്തേക്ക് ഭയങ്കര സെക്യൂരിറ്റി, ഒരു രക്ഷയില്ലാത്ത സെക്യൂരിറ്റി. എന്നാലും പുറത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം. നേരത്തെ കാണാമായിരുന്നു പുറത്ത് നിന്ന് നല്ലതുപോലെ, പക്ഷെ ഇപ്പോൾ അവിടെ എല്ലാം ഫെൻസിങ് വെച്ചിട്ട് അവിടെ എല്ലാം അവർ ക്ലോസ് ചെയ്ത് കേട്ടോ. ഇത് മറ്റൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ലോങ് കമ്പിയാണ്, ഇത് റോളുകളാണ്. ഇത് കുറേ റോളുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരെണ്ണം 1000 കിലോയോ അങ്ങോട്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ വെയിറ്റ് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമായിരിക്കും. അതായത് 2, 4, 6, 8, 10 റോള്, 10ഉം 15 റോളുണ്ട്, 16 റോളുണ്ട് ഇതിനകത്ത്. അതായത് ഒരെണ്ണം എനിക്ക് തോന്നുന്നത് 2000 കിലോ ആയിരിക്കാനാണ് സാധ്യത. അതായത് 32,000 കിലോ ആണ് ഇതിനകത്തുള്ളതെന്ന് തോന്നുന്നു. അത് ട്രെയിലറിൻ്റെ വെയിറ്റ് ഒക്കെ കൂട്ടിയിട്ട് 40,000 കിലോയോ മറ്റോ ഇവിടെ നിന്ന് അലോഡുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ലോങ് കമ്പി. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പികളുണ്ട് കേട്ടോ. അത് വേറെ ട്രെയിലറിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രേ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളത് ഇപ്പോൾ നോക്കിക്കോ, അടുത്ത വേറൊരു ട്രെയിലറിലും അതേപോലെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോള് കണ്ടോ, ഈ റോള് കണ്ടോ ഇവിടെ കാണുന്നുണ്ടോ, ഇത് അതേ കണക്ക് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേ നോക്കിയേ, ഈ കാണുന്നത് കമ്പി കേട്ടോ. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഇതേണ്ടോ. ഇത് ലോങ്ങിലുണ്ട്. അതായത് ഈ ട്രെയിലറിൽ കയറ്റി കൊണ്ടുപോകും. ഇവിടെ സൗദി അറേബ്യയിൽ ട്രെയിലറിൽ കയറ്റി ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മൂടിയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ട്രെയിലറിൽ ഷീറ്റൊക്കെ ഇട്ട് മൂടി കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്, അല്ലാതെ കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ ഈ കമ്പി കണ്ടല്ലോ, ഇപ്പോൾ ചെറുതായിട്ടേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. മൂടാതെ ഇവർ ഉണ്ടെങ്കിൽ മൂടാതെ ഇല്ലേം താനും. ഇത് ഈ കാണുന്നത് മൊത്തം ട്രക്കുകളാണ് കേട്ടോ. ഇരുമ്പ് ലോഡ് ചെയ്യാൻ വന്ന് കിടക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ച റോളുകളും കമ്പിയും ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയേ. എനിക്ക് തോന്നുന്നത് ഒരു 10-300 ട്രെയിലർ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇവരുടെ ബില്ല് വരുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ലോഡ് ചെയ്ത് കൊണ്ടുപോകും. ആ റോളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു റോളെ മാത്രമേ ഒരു ട്രെയിലറിൽ ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. കണ്ടോ, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് കറക്റ്റ് കാണിച്ചു. ആ കമ്പനി എന്താ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ കമ്പനിയുടെ കളർ എന്ന് പറയുന്ന ബ്ലൂയിഷ് കളറാണ് കേട്ടോ. അതിപ്പോൾ മൊത്തത്തിൽ പൊടി അടിച്ചിട്ട് ബ്ലാക്ക് കളറായി. കണ്ടോ, നിങ്ങൾ കമ്പനി കാണുന്നില്ലേ? ഇപ്പം ഇതാണ് കമ്പനിയുടെ ഒരു സൈഡ്. നമ്മൾ നേരത്തെ കണ്ടത് വേറൊരു സൈഡാണ്, അതായത് പ്രൊഡക്ഷൻ സൈഡ്. അവിടെ അതുകൊണ്ടാണ് നിറച്ച് ഡസ്റ്റ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, ബ്ലാക്ക് കളറാണ്. ഇപ്പം കാണുന്നത് ബ്ലൂയിഷ് കളർ കാണുന്നില്ല. എന്നാലും ഇതിനേക്കാളും അടിപൊളി കളറായിരിക്കും കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല കളറായിരിക്കും കാണാൻ. അപ്പം ഇതിനകത്ത് ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് ദൂരെ നിന്ന് കാണിച്ചു തരാം. അല്ലാതെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ഇപ്പോൾ പറ്റില്ല കേട്ടോ. നേരത്തെ പോകാമായിരുന്നു, നേരത്തെ എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ എൻട്രി എല്ലാം ഇവർ ക്ലോസ് ചെയ്ത് കേട്ടോ. അതേണ്ടോ, ഇവിടുത്തെ വലിയ ആ ക്രെയിനിലാണ് ട്രെയിലറിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ കുറേ ട്രെയിലറുകൾ ലോഡായും കിടപ്പുണ്ട്. ഇവിടെ മൊത്തം ട്രെയിലറാണ്. ഈ കാണുന്നുണ്ട്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം റോള് കണക്കിന് കമ്പിയും ആ ഷീറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. വലിയ വലിയ റോളുകൾ ഞാൻ പറഞ്ഞില്ലേ, അത് 30,000 കിലോ മറ്റോ ഉള്ള ഇരുമ്പ് റോളുകളാണ് ആ ഉണ്ടാക്കി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ അത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിലറുകളും വന്ന് കിടപ്പുണ്ട്. ആ കാണുന്ന ക്രെയിൻസ്, അത്രയും വലിയ ഹെവി ക്രെയിൻ വെച്ചാണ് ട്രെയിലറിലോട്ട് ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനാണ് ഫാക്ടറിയുടെ ഒരെൻഡ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ്, ഒത്തിരി ദൂരമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ വലിയ റോളുകൾ, അതായത് ഇരുമ്പ് ഷീറ്റ്. സെൻറ്ററിൽ കാണുന്നത് കണ്ട കമ്പിയുടെ റോളാണ്. അപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ട കമ്പിയുടെ റോളുകളാണ് ആ കാണുന്നത്. പിന്നെ ലോങ് കമ്പികൾ കുറച്ച് അങ്ങോട്ട് ബാക്ക് സൈഡിലാണ്. അത് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു അവസരമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അതും പോയിട്ട് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന കമ്പനി ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തം ബ്ലൂ ആയിരുന്നു. അതിനെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഫുള്ള് ഡസ്റ്റ് അടിച്ച് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ടുള്ളത്. പൈപ്പ് ഇതേ നോക്കിയാൽ ആവശ്യം പോലെ പ്രൊഡക്ഷൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് മൊത്തം പൈപ്പാണ്, പൈപ്പിൻ്റെ യാർഡാണ് കേട്ടോ. ഓക്കെ, ഇത് മൊത്തം ഇരുമ്പ് പൈപ്പാണ്. സൗദി അറേബ്യയിൽ എത്രത്തോളം പൈപ്പിൻ്റെ ആവശ്യകതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇത് നോക്കിയേ, ആവശ്യം പോലെ പൈപ്പ്, ഏതെല്ലാം സൈസിൽ വേണോ പൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് മൊത്തം പൈപ്പാണ്. ഇതിങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി വിടുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, പല രീതിയിലുള്ള പൈപ്പുകളുണ്ട്.
കണ്ടോ എത്ര വലിയ യാർഡാന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിലെ പുത്തരിക്കണ്ടം മൈതാനം 4-5 പ്രാവശ്യം വെച്ചാലുണ്ടാവും, അത്രത്തോളം വലിപ്പത്തിലാണ് പൈപ്പ് കിടക്കുന്നത്. ആകിയ കണ്ടില്ലേ, ഒരു കുറവുമില്ല പൈപ്പിന്. ഏതൊക്കെ സൈസിലുള്ള പൈപ്പ് വേണോ, ഇതെല്ലാം കൂടുതലും ഓയിൽ ഇൻഡസ്ട്രിക്ക് പോകാനുള്ള പൈപ്പുകളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അകത്ത് കോട്ടിംഗ് ഉള്ള ടൈപ്പ് പൈപ്പുകളാണ് കൂടുതലും. പുറത്ത് ഇരുമ്പും അകത്ത് വേറെ പ്രത്യേക കോട്ടിങ്ങുമാണ്. അല്ലെങ്കിൽ വെറും ഇരുമ്പാകുമ്പോഴത്തേക്കും വെള്ളത്തിനൊക്കെ പൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ പൈപ്പുകളെല്ലാം ചീത്തായി പോകാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന്. അപ്പോൾ ഇതാണ് പൈപ്പിൻ്റെ യാർഡ്.